UDF സർക്കാരിന്റെ കാലത്തെ ദീർഘകാല കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണത്രേ ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. LDF സർക്കാർ കരാർ റദ്ദാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നിഷേധിച്ച കരാർ നടപ്പാക്കി കിട്ടാൻ സാധ്യമായ എല്ലാ വഴികളും സ്വീകരിച്ചു എന്നതാണ് വാസ്തവം. 2014 765 മെഗാവാട്ട് വൈദ്യുതിക്ക് 2 ടെൻഡറുകൾ വിളിച്ചത്. ഒന്നാമത്തെ ടെൻഡറിൽ യൂണിറ്റിന് 3 രൂപ 60 പൈസ നിരക്കിൽ 200 മെഗാവാട്ടും രണ്ടാമത്തതിൽ യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 100 മെഗാവാട്ടുമാണ് കുറഞ്ഞ നിരക്ക്. 300 മെഗാവാട്ടിനോടൊപ്പം യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 465 മെഗാവാട്ട് കൂടി ചേർത്ത് 765 മെഗാവാട്ടിന്റെ വൈദ്യുതി കരാറിനാണ് KSEB അന്നത്തെ UDF സർക്കാരിന്റെ അനുമതിയോടെ കരാർ വെച്ചു. വൈദ്യുതി കരാറുകൾ വയ്ക്കാൻ റെഗുലേറ്ററി കമ്മീഷന്റെ മുൻകൂർ അനുമതി വേണം. അതില്ലാതെയാണ് 2015 ദീർഘകാല കരാർ ഒപ്പിട്ടത്. കുറഞ്ഞ നിരക്കിൽ കൊട്ടേഷൻ കിട്ടിയ 300 മെഗാവാട്ടിന് കമ്മീഷൻ അനുമതി നൽകിയെങ്കിലും 465 മെഗാവാട്ടിന്റെ കരാർ ക്രമപ്രകാരമല്ലാത്തതിനാൽ അനുവദിച്ചില്ല. 2016 UDF സർക്കാർ അധികാരം ഒഴിയും വരെ ക്രമപ്പെടുത്താൻ നടപടിയെടുത്തിട്ടില്ല. LDF വന്നതോടെ കരാർ അംഗീകരിക്കണമെന്ന KSEBയുടെ ആവശ്യത്തിന് അന്തിമ തീരുമാനമാകും വരെ വൈദ്യുതി വാങ്ങാൻ കമ്മീഷൻ അനുവദിച്ചു. വൈദ്യുതി ലഭ്യമായെങ്കിലും കരാറിൽ തീരുമാനമുണ്ടാക്കാത്തതിനാൽ 2021 കമ്പനികൾ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. ട്രൈബ്യൂണൽ വിധിക്കെതിരായി കമ്പനികളുടെ ഹർജിയിൽ 3 മാസത്തിനകം അന്തിമ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് 2023 മെയ് 10 കമ്മീഷൻ കരാർ റദ്ദാക്കി. ഇതോടെ വൈദ്യുതി നിയമത്തിലെ സെക്ഷൻ 108 പ്രകാരം കരാർ പുനഃസ്ഥാപിക്കാൻ സർക്കാർ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇത് അംഗീകരിച്ച കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ വീണ്ടും അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. കമ്പനികളുടെ വാദം അംഗീകരിച്ച ട്രൈബ്യൂണൽ കരാർ റദ്ദാക്കി. ഇതിനെതിരെ സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതിയിലാണ്. ഇത് ബോധപൂർവ്വം മറച്ചുവെച്ചാണ് സണ്ണി ജോസഫും സതീശനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്.